ഇത് രണ്ടും എൻ്റെ വീട്ടിലെ ഷോക്കേസുകളാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ 2 ഷോക്കേസ് ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴും കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഇതൊക്കെ. സ്കൂളിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ എല്ലാവരും ഒരു ഓൾറൗണ്ടർ എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ എല്ലാ മത്സരങ്ങൾക്കും പോകുമായിരുന്നു. അതിൽ മെയിനായിട്ടും ക്വിസ് കോമ്പറ്റീഷൻസ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. അത് മാത്രമല്ല പാട്ടും ഡാൻസും കവിത എഴുതാനും അങ്ങനെ എല്ലാ കോമ്പറ്റീഷൻസിനും ഞാൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ വെച്ച് പബ്ലിഷ് ചെയ്ത എൻ്റെ ആദ്യത്തെ ബുക്കാണ് കേട്ടോ ഇതൊരു കവിതാ സമാഹാരമാണ്. അത് മാത്രമല്ല ഞാൻ ഒരുപാട് മാഗസിൻസിലൊക്കെ ഇതേപോലെ കവിതയൊക്കെ എഴുതാറുണ്ട്. പത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോട്ടോയൊക്കെ വരുമായിരുന്നു കേട്ടോ, കുറേ മത്സരങ്ങൾക്കൊക്കെ പോയിട്ട് സമ്മാനമൊക്കെ കിട്ടുമ്പോൾ. അതൊക്കെ ഇന്നും കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് എൻ്റെ കവിത ഒരു മാഗസിനിൽ വന്നതിന് ശേഷം എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് ഒരാൾ എഴുതിയ ഒരു കവിതയാണ്. ഇത് എന്നെ പറ്റിയുള്ളൊരു കവിതയാണ്. പക്ഷെ ആളാരാണെന്നോ എന്താണെന്നോ ഇന്നും എനിക്കറിയില്ല. ഒരു അനോണിമസ് ആയിട്ടിരിക്കട്ടെ എന്നാണ് ആളും ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പാസ്റ്റിനെ പറ്റി എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇത് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ യാത്ര തുടരുമായിരിക്കും അല്ലേ? വീണ്ടും പൂക്കളും വസന്തങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിക്കും പോലെ തന്നെ മുന്നോട്ട് പോവായിരിക്കും.